ലോകം സൃഷ്ടിച്ച ശക്തനാം ദൈവം കാലം പൂർത്തിയാം നേരത്തിലെന്നാൾ. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു ശിഷ്യരോട് പറയുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്ന്. തന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ ലോകത്തിൽ അവരുടെ സാന്നിധ്യം അറിയിക്കാനും സാക്ഷ്യം ജീവിക്കാനും ആവശ്യമായ മാനദണ്ഡങ്ങൾ ഏവയാണെന്ന് സൂചിപ്പിക്കുന്നതിന് യേശു പ്രതീകാത്മകമായ ഒരു ശൈലി ഉപയോഗിക്കുന്നു. വ്യക്തികളുടെ ജീവിതത്തെ ദുഷിപ്പിക്കുന്നതായ അണുക്കളിലും അപകടങ്ങളിൽ നിന്നും സമൂഹത്തെ അകറ്റി നിർത്താൻ ക്രിസ്തു ശിഷ്യൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അതിനർത്ഥം സ്ഥാനമാനങ്ങൾക്കും അധികാരത്തിനും സമ്പത്തിനുമായുള്ള ലൗകിക തൃഷ്ണയുടെ പ്രലോഭനത്തിൽ വീഴാതെ സത്യസന്ധതയുടെയും സഹോദര്യത്തിൻ്റെയും മൂല്യങ്ങൾക്ക് സാക്ഷ്യമേകിക്കൊണ്ട് ധാർമ്മികതയും പാപത്തെയും ചെറുത്തു നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ നന്മയും കാരുണ്യവും അനുഭവിക്കാൻ ഓരോ വ്യക്തിയെയും സഹായിച്ചുകൊണ്ട് അവരെ ദൈവത്തിങ്കിലേക്ക് നയിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ശിഷ്യനും ക്രൈസ്തവ സമൂഹവും ലോകത്തിൻ്റെ പ്രകാശമായി ഭവിക്കുന്നു. യേശുവിൻ്റെ ശിഷ്യൻ വെളിച്ചമാകുന്നത് അവൻ സ്വന്തം ഇടങ്ങൾക്ക് വെളിയിൽ സ്വന്തം വിശ്വാസം ജീവിക്കുമ്പോഴും തെറ്റിദ്ധാരണകളും അപവാദങ്ങളും ഇല്ലാതാക്കാൻ സംഭാവന ചെയ്യുമ്പോഴും കാപട്യത്താലും നുണകളാലും മലിനമായ അവസ്ഥകളിലേക്ക് സത്യത്തിൻ്റെ വെളിച്ചം കടത്തിവിടുമ്പോഴുമാണ്. വെളിച്ചം പരത്തുക, അത് എൻ്റെ വെളിച്ചമല്ല, മറിച്ച് യേശുവിൻ്റെ പ്രകാശമാണ്. യേശുവിൻ്റെ വെളിച്ചം എല്ലാവരിലും എത്തുന്നതിനുള്ള ഉപകരണങ്ങളാണ് നമ്മൾ. ദൈവസ്നേഹത്തിൻ്റെ സദ്വാർത്ത ജീവിതവും വചനവും കൊണ്ട് സകലർക്കും എത്തിച്ചു കൊടുത്തുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഉപ്പും വെളിച്ചവുമായിരിക്കാൻ പരിശുദ്ധ കന്യക നമ്മെ സഹായിക്കട്ടെ.